Hello everyone, welcome again to my channel. ഞാൻ സംഗീത. ഉച്ചയ്ക്ക് കിടന്നുറങ്ങല്ലേ വണ്ണം വെക്കും കേട്ടോ. ഇത് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായിട്ടോ. ഞാൻ അങ്ങനെ ഉച്ചയ്ക്ക് കിടന്നുറങ്ങാത്ത ഒരാളാണ്. പക്ഷെ ഈടായിട്ട് ഞാൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ കിടന്നുറങ്ങുന്നത് കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്, എസ്പെഷ്യലി നമ്മുടെ ബോഡി വെയിറ്റിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നറിയണ്ടേ? കമാൺ. മാക്സിമം ബെനിഫിറ്റ്സ് കിട്ടാനായിട്ട് ഉച്ചയ്ക്ക് നമ്മൾ എപ്പോഴാണ് കിടന്നുറങ്ങേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഐഡിയൽ ടൈം എന്ന് പറയുന്നത് 2 to 3 PM എന്നാണ്. ബിറ്റ്വീൻ 2 to 3 PM എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതായത് ഉച്ചയ്ക്ക് ഒരു 2 മണി തൊട്ട് 3 മണി വരെയുള്ള ടൈമിൽ കിടന്നുറങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എത്ര നേരം വരെ കിടന്നുറങ്ങാം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 10 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെയാണ് ഈ ഉച്ച ഉറക്കം നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് ഐഡിയൽ ടൈം ഫോർ എനി പവർ നാപ്പ്. ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ വണ്ണം വെക്കില്ല കേട്ടോ. നിങ്ങളിപ്പോ എക്സസൈസ് ചെയ്യുന്നില്ല, ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നില്ല, ഒരു കൺട്രോൾ ഇല്ലാതെ ഭക്ഷണം കഴിക്കുകയാണ്, പിന്നെ മേലനങ്ങാത്ത ജോലിയാണ്, ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്നുണ്ട്, ഒരു 2-3 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്, രാത്രി നിങ്ങൾ ഒരു 7-8 മണിക്കൂറൊക്കെ ഉറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് വലിയ രീതിയിലുള്ള ഒരു വർക്കൗട്ട് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അതിൽ നിന്നും ലഭിക്കുന്ന കാലറീസ് ബേൺ ചെയ്യാനായിട്ട് നിങ്ങളുടെ ബോഡി ഒന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒബ്വിയസ്ലി കഴിക്കുന്ന ഭക്ഷണം കാലറീസ് ഒക്കെ ബോഡിയിൽ ഫാറ്റ് ആയിട്ട് അക്യുമുലേറ്റ് ചെയ്ത് നിങ്ങൾ വണ്ണം വെക്കും. അത് ഒബ്വിയസ് ആണ്. ഓക്കെ, പക്ഷെ അത് നിങ്ങൾ ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ ബോഡി കാലറി ബേൺ ചെയ്യാനായിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഞാൻ എന്തിനാണ് ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്നത്? ഒരു ബ്രേക്കിന് വേണ്ടി, ഒരു റിലാക്സേഷന് വേണ്ടിയാണ് ഞാൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്നത് കേട്ടോ. ഈ അരമണിക്കൂർ ഞാൻ കിടന്നുറങ്ങുമ്പോൾ അതെനിക്ക് ഒരുപാട് ഗുണങ്ങൾ തരും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല കേട്ടോ. സോ നമ്പർ 1 കാര്യം ഞാൻ നോട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ശരിക്കും റിലാക്സ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒരുപാട് മെന്റൽ സ്ട്രെസ് എടുക്കുന്ന ഒരാളാണ്. എനിക്ക് പെട്ടെന്ന് ടെൻഷൻ അനുഭവപ്പെടും, അതുപോലെ തന്നെ ആൻസൈറ്റി അറ്റാക്സ്, പാനിക് അറ്റാക്സ് ഒക്കെ ഉണ്ടാവുന്ന ഒരാളാണ്. മുന്നേ ചെറിയ രീതിയിൽ ഡിപ്രഷനിലൂടെയൊക്കെ പോയ ഒരാളാണ് ഞാൻ. അത് എനിക്ക് പറയാനായിട്ട് അങ്ങനെ നാണക്കേടുന്നില്ല കേട്ടോ. ഓപ്പൺ ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ഡിപ്രഷനിലൂടെയും ആൻസൈറ്റി അറ്റാക്സിലൂടെയും ഒക്കെ പോകുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനെയുള്ള ആൾക്ക് ഏറ്റവും ബെസ്റ്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ റിലാക്സേഷൻ ആണ് വേണ്ടത്. മൈൻഡ് ആൻഡ് ബോഡി റിലാക്സേഷൻ. അതിന് ഏറ്റവും ബെസ്റ്റ് ഈ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്നതാണ്. ഞാൻ പറയുന്ന കാര്യമല്ല, ഇത് സയന്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള കാര്യമാണ്. ഈവൻ ഡോക്ടേഴ്സ് പറയുന്നതാണ് ഈ ഒരു കാര്യം. ആ ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ കംപ്ലീറ്റ്ലി മൈൻഡ് ഒന്ന് ഫ്രഷ് ആവും, നല്ല ഒരു റിലാക്സ് ഫീൽ ആവും. രാവിലത്തെ ഫുൾ ടെൻഷനും സ്ട്രെസ്സൊക്കെ പോയ പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് നമ്പർ 1 ബെനിഫിറ്റ് കിട്ടിയത്, റിലാക്സേഷൻ. ആൻഡ് എൻ്റെ മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ചാൽ, ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് നമ്മുടെ മൈൻഡ് അങ്ങോട്ട് റിഫ്രഷ്ഡായി. അപ്പോൾ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് എനർജി ഉണ്ടാവും. നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അത് എനിക്ക് ശരിക്കും തോന്നിയ ഒരു കാര്യമാണ്. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ, മറ്റുള്ള ജോലികളൊക്കെ ഒരു എന്താ പറയുക, ടയർഡ്നെസ്സും ഫീൽ ചെയ്യാതെ എനിക്ക് ചെയ്യാനായിട്ട് തോന്നും. ഉച്ച ഉറക്കം കൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. നമ്മുടെ മെമ്മറി പവർ ഇമ്പ്രൂവ് ചെയ്യും. നമ്മുടെ നല്ല ക്ഷീണം ഉണ്ടെങ്കിൽ ആ ക്ഷീണം അകറ്റാനായിട്ട് ഇത് ഒരുപാട് സഹായിക്കും. പിന്നെ ഏറ്റവും വലിയ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ദേഷ്യം വരുന്ന ആൾക്കാർക്ക്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാർക്ക്, മുഖത്ത് ചുണ്ടിയുള്ള ആൾക്കാരെന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഷോർട്ട് ടെമ്പേർഡ് ആയ ആൾക്കാരുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ, ആങ്കർ മാനേജ്മെന്റിന് ഈ ഉച്ചയുറക്കം വളരെ നല്ലതാണ്, വളരെ ഉപകാരപ്രദമാണ് എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ആൻഡ് പ്ലസ് വെരി ഇമ്പോർട്ടന്റ്ലി, നിങ്ങളുടെ ഹാർട്ട് ഹെൽത്തി ആക്കി വെക്കാൻ അത് ഒരുപാട് സഹായിക്കും. പിന്നെ അസുഖങ്ങൾ നിങ്ങളിൽ വരുന്നത് ഒരുപാട് കുറയും. നിങ്ങൾ രാത്രി 7 മണിക്കൂർ ഉറങ്ങുന്നില്ല, ഉച്ചയ്ക്കും കുറച്ച് നേരം ഉറങ്ങുന്നില്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആവുന്നില്ല. നമ്മുടെ ബോഡി റെസ്റ്റ് ചെയ്യുമ്പോഴാണ് ബോഡി റിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഫാറ്റ് ബേൺ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഈ രാത്രി കിടന്നുറങ്ങുമ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ ബോഡി സ്ട്രെസ് മോഡിലേക്ക് പോകും. സ്ട്രെസ് മോഡിലേക്ക് പോകുമ്പോൾ എന്താണ്, ഫാറ്റ് സ്റ്റോറിങ് കൂടും, പിന്നെ ഓവർ ഈറ്റിംഗ് കൂടാനുള്ള സാധ്യത ഉണ്ടാവും. പിന്നെ നമ്മൾ വണ്ണം വെക്കും. ഈ IT ജോലി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റില് ഉള്ള ആൾക്കാരുടെ ശരീരം കണ്ടാൽ മതി, ഓൾമോസ്റ്റ് ഭൂരിഭാഗം ആൾക്കാർ ഓവർ വെയിറ്റ് ആയിരിക്കും. എന്ന് വിചാരിച്ച് നൈറ്റ് ഷിഫ്റ്റിലുള്ള ആൾക്കാർ നിങ്ങളുടെ ജോലി ഉപേക്ഷിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പ്ലീസ് എൻ്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. ഓക്കെ, ഞാൻ പറയുന്നത് അത് സ്ലീപ്പ് സൈക്കിൾ നിങ്ങളുടെ ശരിയല്ലെങ്കിൽ വണ്ണം വെക്കാൻ അതൊരു കാരണമാകും. അപ്പൊ അതുകൊണ്ട് എന്ത് നമ്മൾ ചെയ്യണം? വി ഷുഡ്
റെസ്റ്റ്. ഓക്കെ, രാത്രി ഒരു 7 മണിക്കൂർ ഉറങ്ങുക. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഒരു 10 മിനിറ്റെങ്കിലും ബോഡി റെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഇസ് വെരി വെരി ഗുഡ്. പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ റൂട്ടീൻ ആയിട്ട് എക്സസൈസ് ചെയ്യുക. ഇനി എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എക്സസൈസ് എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്, ഡയറ്റ് ഏതൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. അതിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക്സ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് പോയി ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഉച്ചയുറക്കം വളരെ നല്ലതാണ്, പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഉച്ചയ്ക്ക് ഉറങ്ങാനായിട്ട്. അതായത് ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഉടനെ പോയി കിടന്നുറങ്ങാൻ പാടില്ല. ഇത് ഈവൻ ആയുർവേദ ഡോക്ടർമാര് വരെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉച്ചയ്ക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം ഒന്ന് ദഹിക്കണ്ടേ? അതിന് മുന്നേ തന്നെ നിങ്ങൾ ചാടിപ്പോയി കിടന്നുറങ്ങിയാൽ എന്താ സംഭവം? ആ ഭക്ഷണം ദഹിക്കാതെ അവിടെ കിടക്കും. അത് പിന്നെ എന്താ പറയുക, ഇൻഡൈജഷൻ ഒരു പ്രോബ്ലം ഉണ്ടാക്കും, ഗ്യാസ്, ബ്ലോട്ടിങ്, അങ്ങനെയുള്ള പ്രശ്നം. പിന്നെ ഇവൻച്വലി വെയിറ്റ് ചെയ്യാനൊക്കെ ഒരു കാരണമാകും. അപ്പൊ നിങ്ങളുടെ കഴിച്ച ഭക്ഷണം ദഹിക്കണം. അതിനുവേണ്ടി നിങ്ങൾ കുറച്ചൊന്ന് നടക്കുക, ഉടനെ ചാടി കയറി പോയി കിടക്കാതിരിക്കുക. ഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം കിടക്കാം. ഓക്കെ, 1 മണിക്കൂറിനേക്കാളും കൂടുതൽ നേരം ഉറങ്ങാതിരിക്കുക. 1 മണിക്കൂറിനേക്കാളും കൂടുതൽ നേരം ഉറങ്ങിയാൽ നിങ്ങൾ ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും. ഡീപ്പ് സ്ലീപ്പ് പോയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എണീറ്റ് വരുമ്പോൾ നിങ്ങൾ ഭയങ്കര ടയർഡായിരിക്കും, ഭയങ്കര ക്ഷീണം തോന്നും. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും കിടന്നുറങ്ങാൻ തോന്നും. അപ്പോ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയിൽ അത് തടസ്സമാവും, ഫോക്കസിലും കോൺസെൻട്രേഷനിലും ഒരു തടസ്സമാവും. അപ്പൊ അങ്ങനെയുള്ള ഡ്രൗസിനെസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 10 minutes to 1 hour. അപ്പൊ 1 hour മാക്സിമം. അത് ഒതുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എണീക്കുമ്പോൾ നിങ്ങൾ നല്ല റിഫ്രഷ്ഡ് ആയിരിക്കും. അപ്പൊ കണ്ടല്ലോ, ഇത്രയുള്ള സംഭവം. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ഉച്ചയ്ക്ക് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ വണ്ണം വെക്കും എന്ന് പേടിച്ചിട്ട് നിങ്ങൾ ആ ഉറക്കം അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് ഉച്ചയ്ക്ക് ഉറങ്ങിക്കോളൂ കുറച്ച് നേരം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബോഡി ഹെൽത്തി ആക്കി വെക്കാനായിട്ട് നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറ്റ് കൺട്രോൾ ചെയ്യുക, നല്ല പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ചെയ്യുക, പിന്നെ നല്ലോണം ഉറങ്ങുക. പ്രോപ്പർ ഉറക്കം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ അത്രയുള്ള സംഭവം. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാൻ എന്ത് ചെയ്യേണ്ടതെന്ന് ലൈക്ക്, ഷെയർ, പിന്നെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye from me. Ta-da!